ഭാരതത്തിൻ്റെ തെക്കൻ സംസ്ഥാനങ്ങളിലൊന്നാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം. കേരസമൃദ്ധിയിൽ നിന്നും കേരളം എന്ന പേര് ഈ സംസ്ഥാനത്തിന് ലഭിച്ചതായും ഐതിഹ്യമുണ്ട്. കൽപ്പവൃക്ഷമായ തെങ്ങിൽ നിന്നും വിപണി തേടുന്ന പുതിയ ഉൽപ്പന്നമാണ് നീര. തെങ്ങിൻ പൂക്കുലയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആൽക്കഹോളിക് അല്ലാത്ത ശുദ്ധമായ തെങ്ങിൻ നീരാണ് നീര. വിരിയാത്ത തെങ്ങിൻ പൂക്കുലകളിൽ പ്രത്യേക രീതിയിൽ സമ്മർദ്ദം ചെലുത്തി അഗ്രം ചെത്തുമ്പോൾ ഊറിവരുന്ന മധുരമുള്ള ദ്രാവകമാണ് തെങ്ങിൻ പൂക്കുല നീര്. ഈ ദ്രാവകം പുളിച്ചാണ് കള്ളായി മാറുന്നത്. എന്നാൽ പുളിക്കൽ പ്രക്രിയ തടയുന്നതിലൂടെയാണ് നീര എന്ന മാധുര്യമേറിയതും മദ്യാംശമില്ലാത്തതുമായ ഉൽപ്പന്നം ലഭിക്കുന്നത്. ഒരു തെങ്ങിൽ നിന്നും ശരാശരി 6 മാസമാണ് നീര ഉൽപാദനം സാധ്യമാകുന്നത്. ഇത് തെങ്ങിന്റെ കായ്ഫലത്തിന് ദോഷം ചെയ്യുന്നതുമില്ല. ആരോഗ്യമുള്ള ഒരു തെങ്ങിൽ വർഷത്തിൽ 12 മുതൽ 14 വരെ പൂങ്കുലകൾ ഉണ്ടാകും. നീര ഉൽപാദനത്തിനായി തിരഞ്ഞെടുക്കുന്ന പൂങ്കുലയോട് ചേർന്ന് നിൽക്കുന്ന ഓലയും മറ്റും നീക്കം ചെയ്ത് ചുറ്റുവട്ടം വൃത്തിയാക്കുന്നു. പൂങ്കുലയുടെ താഴ്ഭാഗം മുതൽ മുകൾ ഭാഗം വരെ കരുവ ഉപയോഗിച്ച് മുട്ടിക്കൊടുക്കുന്നു. തുടർന്ന് പൂങ്കുലയുടെ അഗ്രം ചെത്തി മാറ്റുന്നു. മുറിച്ചു മാറ്റിയ ഭാഗം നെറ്റും ഓലയും ഉപയോഗിച്ച് മൂടിക്കെട്ടുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നെറ്റ് നീക്കം ചെയ്ത് അഗ്രം ചെത്തി അണുവിമുക്തമായ ചെളി തേക്കുന്നു. ഒരാഴ്ചയോളം ഇതേ പ്രക്രിയ ആവർത്തിക്കുന്നു. എട്ടാം ദിവസം ആന്റി ഫെർമനന്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് നീര ശേഖരിക്കാനുള്ള ക്യാൻ വൃത്തിയാക്കി പൂങ്കുലയിൽ ഉറപ്പിക്കുന്നു. ഊറി വരുന്ന നീര ക്യാനിൽ ശേഖരിക്കുന്നു. നീര എന്നത് കേര കർഷകന്റെ ഒരു സ്വപ്നമാണ്. ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ ആരോഗ്യമുള്ള തെങ്ങുകൾ കണ്ടുപിടിക്കുക. പിന്നീട് സെക്കൻഡ് വരുന്നത് നല്ല പരിചയസമ്പന്നരായ ചെത്തുകാരെ സെലക്ട് ചെയ്യുക. ദെൻ ലാസ്റ്റ് വൃത്തിയോടുകൂടിയുള്ള പരിചരണമാണ്. വൃത്തി എന്ന് പറയുന്നത് നീര ഉൽപാദനത്തിൽ ആരംഭഘട്ടം മുതൽ പാക്ക് ചെയ്ത രൂപത്തിലാക്കുന്നത് വരെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. കർഷകർക്ക് കുറഞ്ഞത് ഒരു തെങ്ങിൽ നിന്ന് പ്രതിമാസം 1200 രൂപ വരെ വരുമാനം ലഭിക്കും. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ നീര ഉൽപാദനത്തിനായുള്ള പരിശീലന പരിപാടി കേരളത്തിലുടനീളം ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്ര നാളികേര വികസന ബോർഡിൻ്റെയും SMS കോളേജിൻ്റെയും സംയുക്തമായിട്ട് നടത്തുന്ന ഈ നീര ശേഖരണ പരിപാടിയുടെ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാസ്റ്റർ ടെക്നീഷ്യനായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ക്യാമ്പിൽ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ നീര ശേഖരണത്തിൻ്റെ എല്ലാ വശങ്ങളും ചെത്ത് അറിയാമെങ്കിലും നീര ശേഖരണത്തിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ക്യാമ്പാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളികൾക്ക് നേരത്തെ ഇത് തൊഴിൽ അറിയാവുന്നത് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള നീര ശേഖരണത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഇവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളുള്ളൂ. മലയാളികളുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനം തെങ്ങിനുണ്ട്. തേങ്ങ, കരിക്ക്, വെളിച്ചെണ്ണ, കയർ എന്നിവയ്ക്ക് പുറമെ തെങ്ങിൽ നിന്നും 10-ലധികം മൂല്യവർദ്ധിത വസ്തുക്കളും ഇന്ന് വിപണിയിൽ സുലഭമാണ്. നീരയിൽ നിന്നും ശർക്കര, പഞ്ചസാര, ജാം, ഹൽവ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നുണ്ട്. ശീതളപാനീയ വിപണിയിൽ പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് നീര.